വാർഡൻ ഞങ്ങളെ മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കുന്നു. 6-ാം തീയതി മുതൽ ഇത്രയും ദിവസമായിട്ട് ഇവിടെ കറണ്ടില്ല. അധികൃതർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും. ശരിയാണോ ഈ പറയുന്നത്? എല്ലാം ശരിയാണ്. മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായ GV രാജ സ്പോർട്സ് സ്കൂളിലെ കായിക വിദ്യാർത്ഥിനികളുടെ പ്രതികരണമാണിത്. കുട്ടികൾ അനുഭവിക്കുന്ന ദുരവസ്ഥ മനസ്സിലാക്കി വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം ഇടപെട്ടു. GV രാജയിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് നടപടി കൈക്കൊണ്ടുവെന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഇതാണ്. മാറ്റിയോ? അല്ല, അതാണ് ഞാൻ പറയാം. നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ അറിഞ്ഞിട്ടുണ്ട്, പിന്നെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. GV രാജയിലെ കുട്ടികളുടെ ദുരവസ്ഥ പുറത്തുവന്ന സമയത്ത് തന്നെയാണ് കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിൽ ബാലാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ബാലാവകാശ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുമ്പോൾ ഗുരുതരമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാവുന്ന സാഹചര്യത്തിലാണ് കുട്ടികൾ താമസിക്കുന്നതെന്നും സർക്കാർ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ. അതെ, റിപ്പോർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല റിപ്പോർട്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അറിഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കായിക വിദ്യാർത്ഥികൾക്ക് നേരെ കാണിക്കുന്ന അവഗണനയുടെയും നീതി നിഷേധത്തിന്റെയും നേർക്കാഴ്ചയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രതികരണങ്ങൾ. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.